നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ IVF ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടക്കൽ. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് 20 രാവിലെ 10 മണിക്ക് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമാകും. 21 പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 3011 നമ്പർ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് ജിദ്ദയിലേക്ക് പുറപ്പെടുക. അതേ ദിവസം രാവിലെ 8-നും വൈകിട്ട് 3-നും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്ര തിരിക്കും. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1 കണ്ണൂരിൽ നിന്ന് യാത്ര തുടങ്ങും. സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണയും ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. കരിപ്പൂരിൽ നിന്ന് 10,430-ഉം കൊച്ചിയിൽ നിന്ന് 4,273-ഉം കണ്ണൂരിൽ നിന്ന് 3,135-ഉം തീർത്ഥാടകർ യാത്ര തിരിക്കും. ബംഗളൂരു, ചെന്നൈ, മുംബൈ എംബാർക്കേഷനുകളിൽ നിന്നായി 45 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര തിരിക്കുന്നുണ്ട്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. കരിപ്പൂരിൽ നിന്ന് 166 പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന 59 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ജൂൺ 9 വരെയുള്ള എല്ലാ സർവീസുകളും ജിദ്ദയിലേക്കാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കായി ആവശ്യമായ അധിക ഷെഡ്യൂളുകളും ക്രമീകരിക്കും. ജൂലൈ 1 മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിക്കുന്നത്. ഹാജിമാരെ സ്വീകരിച്ച് യാത്രയാക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നത്. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഹജ്ജ് ഹൌസിന്റെ മുറ്റത്ത് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ജോലി അവസാന ഘട്ടത്തിലാണ്. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൌസിന്റെ പ്രധാന കെട്ടിടവും കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത വനിതാ ബ്ലോക്കും പ്രവർത്തന സജ്ജമായി. വിമാനത്താവളത്തിലും ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കും. ഹാജിമാർ നേരിട്ട് വിമാനത്താവളത്തിലെത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ ലഗേജ് കൈമാറിയ ശേഷമാണ് ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തേണ്ടത്. ക്യാമ്പിന്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൌസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എയർപോർട്ട് അതോറിറ്റി, എമിഗ്രേഷൻ, കസ്റ്റംസ്, CISF, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആരോഗ്യം, പോലീസ്, ഫയർഫോഴ്സ്, PRD, റെയിൽവേ, KSRTC, RTO, KSEB, വാട്ടർ അതോറിറ്റി, BSNL, PWD റോഡ്സ്, സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയും കണ്ണൂർ, എറണാകുളം ജില്ലാ ഭരണകൂടങ്ങളുടെ പ്രതിനിധികളും ഓൺലൈനായി യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PT റഹീം MLA, അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, ഉമ്മർ ഫൈസി മുക്കം, ഡോക്ടർ IP അബ്ദുസലാം, KP സുലൈമാൻ ഹാജി, മുഹമ്മദ് ഖാസിം കോയ പൊന്നാനി, PP മുഹമ്മദ് റാഫി, PT അക്ബർ, ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ U അബ്ദുൽ കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി N മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് കമ്മിറ്റി യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ, ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ, സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ, പെയിന്റ് ബാം, പെയിന്റ് സ്പ്രേ, പ്രതിരോധശേഷി വർദ്ധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ. ഒരു കുഞ്ഞെന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ IVFനോടൊപ്പം യാഥാർത്ഥ്യമാക്കാം. നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ IVF ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടക്കൽ. ഫോൺ 8089713201.